ഇനി തുലാക്കൂറാണ്. ലിബ്ര എന്നാണ് അതിന് പറയുന്നത്. ചിത്തിരയുടെ അവസാനത്തെ 2 പാദവും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാൽ, 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ, അഥവാ മീഡിയ, അങ്ങനെയുള്ള കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പത്രപ്രവർത്തനം, ഈ മേഖലകളിലുള്ളവർക്ക് കുറച്ച് ഉയർച്ച, അതുപോലെ അവരുടെ പ്രവർത്തനത്തിൽ അംഗീകാരം ഒക്കെ ഉണ്ടാകാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. ധനപരമായിട്ട് ശരാശരി വരുമാനവും ഒക്കെ ഉണ്ടാകും. അത് സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ടാകും. ആരോഗ്യപരമായിട്ട് ഒരു മാനസികാവസ്ഥ ക്രമീകരിച്ചാൽ സന്തോഷത്തോടു കൂടി ഇരിക്കാവുന്നതാണ്. മറ്റ് രോഗങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. കുടുംബപരമായിട്ട് മക്കൾക്ക് ചില നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും. അതിൽ നിന്നുണ്ടാകുന്ന സന്തോഷവും ഒക്കെ കുടുംബത്തിൽ പങ്കിടാൻ സാധിക്കും. ദാമ്പത്യത്തിലും വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുടുംബപരമായിട്ട് ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് എന്ന് പറയാവുന്നതാണ്. ഇവർക്കും ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ദുർഗാ ദേവിക്ക് പൂജ നടത്തുക, നാമം ജപിക്കുക, ദുർഗാ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകളും ഒക്കെ നടത്തുക, ദീപം സമർപ്പിക്കുക, ഇതൊക്കെയും ഒരു നല്ല പരിഹാരമായിട്ട് പറയാവുന്നതാണ്.